ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദുബായിയുടെ ഫ്യൂച്ചറായ ബ്ലൂ ലൈൻ മെട്രോ പറ്റിയാണ്. ദുബായിയുടെ ബ്ലൂ ലൈൻ മെട്രോന് തറക്കല്ലിട്ടത് ദുബായിയുടെ റൂളർ ഇസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ്. മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ദുബായിലല്ല വേൾഡിൽ വെച്ച് തന്നെ ഹയസ്റ്റ് മെട്രോ സ്റ്റേഷനാണ് ഇവിടെ വരാൻ പോകുന്നത്. അതും ഇമാറാണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല 14 സ്റ്റേഷൻസിൽ 5 അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻസ് ആണ് വരുന്നത്. ബാക്കി വരുന്ന 9 സ്റ്റേഷൻസ് എലിവേറ്റഡ് ആയ സ്റ്റേഷൻസ് ആണ് വരുന്നത്. ദുബായ് ബ്ലൂ ലൈൻ നോക്കുകയാണെങ്കിൽ ദുബായ് ബ്ലൂ ലൈനിൽ 3 ഇൻ്റർചേഞ്ച് സ്റ്റേഷൻസ് ആണ് വരുന്നത്. ഒന്ന് ദുബായ് ക്രീക്ക് ഹാർബർ, രണ്ടാമത് വരുന്നത് ദുബായ് ഇൻ്റർനാഷണൽ സിറ്റി 1, മൂന്നാമത് വരുന്നത് അൽ റാഷിദിയ മെട്രോ സ്റ്റേഷൻ. ഇനി ബ്ലൂ ലൈൻ മെട്രോ കവർ ചെയ്യുന്നത് ഏതൊക്കെ? ദുബായ് ക്രീക്ക് ഹാർബർ, ഫെസ്റ്റിവൽ സിറ്റി, റാസൽ കോർ, അക്കാദമിക് സിറ്റി, ദുബായ് സിലിക്കൺ ഒയാസിസ്, ദുബായ് ഇൻ്റർനാഷണൽ സിറ്റി, മിർദിഫ്, അൽവർക്ക. ഈ സ്ഥലങ്ങളൊക്കെയാണ് കവർ ചെയ്യുന്നത്. ഏകദേശം നോക്കിയാൽ ദുബായിൽ ഇപ്പോൾ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ ഏകദേശം ഏരിയ കവറാവും. അതിനുശേഷം ബ്രൗൺ ലൈൻ മെട്രോ വരുന്നുണ്ട്. ബ്രൗൺ ലൈൻ മെട്രോയും കൂടി വന്നാൽ നമ്മുടെ ദുബായ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈസി ആവും.